guys, welcome back to my channel. നിങ്ങളിൽ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് കേളി ഹെയറിന് പറ്റിയ ഹെയർ കട്ട് എന്താണ്, എൻ്റെ ഹെയർ കട്ട് ഏതാണ്. ഇതിനെ കുറിച്ചിട്ടുള്ള എല്ലാത്തിനുള്ള ഒരു വീഡിയോ ആണ് ഇന്ന്. ഇത് ആക്ച്വലി എൻ്റെ ഫ്രഷ്ലി കട്ട് ഹെയർ ആണ്. ഞാൻ തന്നെയാണ് എൻ്റെ മുടി വെട്ടിയത്. ദിസ് ഇസ് ദ സെക്കൻഡ് ടൈം ദാറ്റ് ഐ കട്ട് മൈ ഓൺ ഹെയർ. നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടിട്ട് മനസ്സിലാവുണ്ടോ എന്ന് അറിയില്ല. But it's considerably shorter than my last video. നോക്കിയാൽ മനസ്സിലാവും. So basically നിങ്ങൾക്ക് ഏറ്റവും comfortable and the hairstyle which makes you feel like you, അതാണ് your best hairstyle. എൻ്റെ ഫേവറേറ്റ് ഹെയർ സ്റ്റൈൽ ഇസ് പേഴ്സണലി ലേയേഴ്സ് ആൻഡ് ഐ ലൈക്ക് ഈ ലേയേഴ്സ് ഇടുമ്പോൾ കിട്ടുന്ന ബൗൺസ് ആൻഡ് വോള്യൂം that I really like. So അതാണ് എൻ്റെ ഒരു preference, but it can be any hairstyle which you love. എൻ്റെ പേര് ദിവ്യ സഹദേവൻ ആൻഡ് ഈ വീഡിയോ എൻ്റെ CG സെഗ്മെന്റിലത്തെ ഒരു വീഡിയോ ആണ്. നിങ്ങൾ എൻ്റെ മുമ്പത്തെ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ there is a whole range of videos starting from എങ്ങനെയാ CG ജേർണി സ്റ്റാർട്ട് ചെയ്യുക, എന്താ ഡീപ്പ് കണ്ടീഷനിങ്, ഏതാ പ്രോഡക്റ്റ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാ പ്രോഡക്ട്സ് ഉപയോഗിക്കേണ്ടത് ആൻഡ് പ്രോഡക്റ്റ് റിവ്യൂസ്. സോ ഇതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ മേക്ക് ഷുവർ യു ചെക്ക് ഇറ്റ് ഔട്ട്. there's a lot of information there. Also എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് so that you don't miss out on any new videos. ഫസ്റ്റ് ടൈം ഞാൻ ആക്ച്വലി എൻ്റെ മുടി വെട്ടുന്നത് നമ്മുടെ 2020 ലോക്ക്ഡൗണിൻ്റെ സമയത്തായിരുന്നു. എൻ്റെ മുടി ഭയങ്കര ഒരു ഡ്രൈ ആൻഡ് ലൈഫ്ലെസ് ഒരു കണ്ടീഷനിലെത്തിയപ്പോൾ ഞാൻ എന്തായാലും പുറത്ത് പോകാനും വഴിയില്ല. അപ്പോഴാണ് ഞാൻ ആക്ച്വലി യൂട്യൂബിൽ നിന്ന് നോക്കണതും പിന്നെ കുറേയൊക്കെ എൻ്റെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് വഴി തന്നെ പോയി ഞാൻ എൻ്റെ മുടി വെട്ടിയതാണ്. ആ ഒരു കുറച്ച് ടിപ്സും ട്രിക്സും ഞാനിപ്പോൾ 2 പ്രാവശ്യം ചെയ്തിട്ട് കുറച്ച് പഠിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇന്ന് ഇവിടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ ഡിസ്ക്ലെയിമർ ഇടട്ടെ, ഞാനൊരു പ്രൊഫഷണൽ ഹെയർ ഡ്രസ്സർ അല്ല. So I'm sure there will be a lot of mistakes, so many things which I have missed out. So അതൊരു മുൻകൂർ ജാമ്യമായിട്ട് എടുക്കുക. So if you see any mistakes or issues, of course I am open to learning. അതെനിക്ക് പറഞ്ഞറിയിക്കുക. Let me know in the comment section below. Also ഈ വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങൾക്ക് ഒരു 5 points തരുന്നുണ്ട് by which you can understand when your hair needs a haircut. ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ വേണമെങ്കിൽ ഹെയർ കട്ട്, പക്ഷെ അത് ചെയ്യാൻ ഇത്തിരി ധൈര്യം കുറവാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, യു ക്യാൻ ഗോ ടു ഹെയർ സ്റ്റൈലിസ്റ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കേളി ഹെയർ സ്റ്റൈലിസ്റ്റ് അറിയില്ലെങ്കിൽ ഒരു സാധാരണ ഹെയർ സ്റ്റൈൽ സലൂണിൽ പോകുമ്പോൾ എന്താണ് നോക്കേണ്ടത്, എന്താണ് ചോദിക്കേണ്ടത്, അങ്ങനത്തെ കുറച്ച് ലാസ്റ്റ് ടിപ്സ് ആൻഡ് ട്രിക്സ് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറഞ്ഞുതരും. സോ മേക്ക് ഷുവർ യു വാച്ച് ടിൽ ദി എൻഡ് ഓഫ് ദിസ് വീഡിയോ. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ്, നമ്മൾ നമ്മുടെ ഹെയർ കട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് മുന്നേ കംപ്ലീറ്റ്ലി നമ്മുടെ മുടിയുടെ ചെട തീർക്കണം. നന്നായിട്ട് തീരെ നോട്ട്സ് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഞാൻ എൻ്റെ പ്രീപൂ സ്റ്റെപ്പിൽ തന്നെയാണ് ഇത്തിരി ഓയിൽ ഇട്ടിട്ട് നന്നായി മുടി ചെട തീർക്കണത്. ഇപ്പോൾ എൻ്റെ മുടിയുടെ എൻഡ്സ് നിങ്ങൾക്ക് കാണാം, ഇറ്റ് ലുക്സ് കംപ്ലീറ്റ്ലി ഡ്രൈ ആൻഡ് ഡാമേജ്ഡ്. അപ്പോൾ ഈ ഒരു ലെവലിലാണ് ആക്ച്വലി സാധാരണ ഞാൻ എൻ്റെ ഹെയർ കട്ട് ചെയ്യാറ്. ഈ എൻഡ്സാണ് ബേസിക്കലി എനിക്ക് കട്ട് ചെയ്ത് കളയേണ്ടത്. അപ്പോൾ ഇനി പ്രീപ്പൂ കഴിഞ്ഞ് ചെടൊക്കെ തീർത്ത് കഴിഞ്ഞിട്ട് നോർമലായിട്ട് നമ്മൾ സാധാരണ CG ഷാംപൂ ചെയ്യണ പോലെ തന്നെ സാധാരണ നമ്മുടെ മുടി നന്നായി ഷാംപൂ ചെയ്യാം. അപ്പോൾ ഈ ഒരു പ്രീപ്പൂ ആൻഡ് ഷാംപൂയിങ് മാത്രം ഒരു പ്രീ റിക്വസ്റ്റ് സ്റ്റെപ്പുള്ളൂ നമ്മുടെ ഹെയർ കട്ടിന് മുന്നേ. കണ്ടീഷൻ ചെയ്യില്ല. നമ്മൾ ഷാംപൂ ചെയ്ത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ്ലി പിന്നെ ഹെയർ കട്ട് ചെയ്യാനുള്ള സ്റ്റെപ്പിലേക്കാണ് പോവുക. അപ്പോൾ ഷാംപൂ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ നന്നായി മുടി ഒന്ന് ഈരി ചെടൊന്നും ഇല്ലാണ്ട് നോട്ട് ഫ്രീ ആക്കുക. ഇതിനു വേണ്ടി ഫസ്റ്റ് ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റെ ഫ്ലെക്സി ബ്രഷാണ്, അല്ലെങ്കിൽ ഒരു വൈറ്റ് ടൂത്ത് കോംബ് ഉപയോഗിക്കാം. നന്നായി നമ്മുടെ മുടിയുടെ ശരിക്ക് റൂട്ട്സ് തൊട്ട് താഴേക്ക് നന്നായി ചെടയില്ലാണ്ട് സ്മൂത്തായി ചീകിയെടുക്കാം. ഇനി ഞാൻ അത് കഴിഞ്ഞിട്ട് ഒരു ക്ലോസ് ടൂത്ത് കോംബ്, ശരിക്ക് നല്ല ക്ലോസ് ആയിട്ടുള്ള ബ്രിസിൽസ് ഉള്ളൊരു കോംബ് ഉപയോഗിച്ചിട്ട് ചെട തീർക്കുക. ഇതെന്തിനാന്ന് വെച്ചാൽ ചെറിയ ചെടകൾ അല്ലെങ്കിൽ ചെറിയ നോട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോംബ് വെച്ചിട്ട് നന്നായി റൂട്ട്സ് തൊട്ട് എൻഡ് വരെ നന്നായി കോംബ് എടുക്കണം. ഇനി അത് കഴിയുമ്പോൾ ഇങ്ങനൊരു ഏതെങ്കിലും ഒരു ഹെയർ ടൈ എടുത്തിട്ട് ശരിക്കും നമ്മുടെ നെറിയിൽ ഇവിടെ കണ്ടോ, എൻ്റെ ശരിക്കൊരു നെറിയിൽ ഇറ്റ്സ് കോൾഡ് എ യൂണിക്കോൺ പോണി. ശരിക്കും ആ ഒരു നെറ്റിയുടെ ഫ്രണ്ടിലായിട്ട് തന്നെ നന്നായി വലിച്ച് സ്ട്രോങ് ആയിട്ട് നല്ല ടൈറ്റായിട്ട് വലിച്ച് കെട്ടാം. അപ്പോൾ ഇവിടെ കെട്ടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടണം. അനങ്ങാനൊന്നും പാടില്ല.
അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഈ ഒരു കെട്ട് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഒന്നും കൂടെ ഈ കെട്ടിയ പോണീനെ ഒന്നും കൂടെ നന്നായി കോംബ് ചെയ്ത് ഒന്ന് ലെവലാക്കി സ്മൂത്താക്കി എടുക്കാൻ പോവാണ്. ഇനി നിങ്ങൾക്ക് എത്ര വെച്ചിട്ടാണ് വെട്ടേണ്ടത് ആ ഒരു ലെവൽ നമുക്ക് ഡിറ്റർമിൻ ചെയ്യണം. അപ്പോൾ ഞാനിവിടെ നോക്കുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ കേർവ്സ് പോലെ ഈ കേൾസിൻ്റെ വേവ്സ്. അപ്പോൾ ഇവിടെ കെട്ടുന്ന ലെവൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു കേളിൻ്റെ എൻഡിൻ്റെ ഭാഗം വെച്ചിട്ടാണ് ടൈ ചെയ്യേണ്ടത്. കേൾസിൻ്റെ ഇടയിൽ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ പാടില്ല. ഒരു കേൾ എൻഡ് ചെയ്യണ ഭാഗത്താണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനൊരു ഈ ലെവലിൽ വെച്ചിട്ടാണ് വെട്ടാൻ പോണത്. ആ ലെവൽ വെച്ചിട്ട് എൻ്റെ സെക്കൻഡ് ഹെയർ ബാൻഡ് നന്നായി ടൈറ്റായിട്ട് ടൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ഇനി നമ്മളുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ്. അതാണ് നമ്മൾ ഇനി ഒരു സിസേഴ്സ് വെച്ചിട്ട് ഇത് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ കട്ട് ചെയ്യണത് ഇതിൻ്റെ ഔട്ട്സൈഡ് വെച്ചിട്ടാണ് കട്ട് ചെയ്യണത്. പിന്നെ കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പ്ലീസ് യൂസ് എ സിസർ. നല്ല മൂർച്ചയുള്ള സിസർ ഉപയോഗിക്കുക. അല്ലാണ്ട് മീൻ വെട്ടുന്ന കത്രികയോ പേപ്പർ വെട്ടുന്ന കത്രികയോ ഒന്നും ഉപയോഗിക്കാണ്ടിരിക്കുക. ഹെയർ കട്ട് ചെയ്യണ കത്രിക തെച്ചിട്ട് തന്നെ കട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം ഞാനിത് കട്ട് ചെയ്തിട്ട് ഇത്തിരി ആ കട്ട് ചെയ്ത ഭാഗം ഒന്ന് ലെവലാക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് ട്രിം ചെയ്ത് ഒരു ലെവലാവണ വരെ ഒന്ന് പതുക്കെ അതിൻ്റെ എൻഡ്സൊക്കെ ഒന്ന് ലെവലാക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇനിയും ഇത്തിരിയും കൂടെ ഒരു ഈവൻ ആവണം. അപ്പോൾ അതിന് വേണ്ടി കുറച്ചും കൂടെ എൻഡ്സ് കട്ട് ചെയ്ത് സ്മൂത്താക്കാം. ഇപ്പോൾ ഇത് നല്ല സ്ട്രെയിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് ആക്ച്വലി നമ്മുടെ മെയിൻ കട്ട്. ഇനി ഞാനിത് ഊരിയെടുത്തിട്ട് നമുക്ക് നമ്മുടെ കട്ട് എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കാം. ഇത് ഓപ്പൺ ചെയ്ത് വെറ്റ് ഹെയറിൽ തന്നെ നമുക്ക് നമ്മുടെ ലെവലൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനത്തെ ആക്ച്വലി ഒരു കട്ട് ചെയ്യുമ്പോൾ ഇറ്റ് ആക്ച്വലി ഗിവ്സ് യു ലേയേഴ്സ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഓൾറെഡി എൻ്റെ ഹെയർ ലേയേഴ്സിൽ തന്നെയായിരുന്നു. പക്ഷെ ഒന്നും കൂടെ ഒരു ലേയേഴ്സ് ഒന്നും കൂടെ ട്രിം ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഞാനൊന്ന് ഈരി ഫ്ലെക്സി ബ്രഷ് വെച്ച് ഈരി നോക്കി. ഇനി നമുക്ക് ചെറിയ ചെറിയ മാനുവൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം എൻ്റെ അറ്റം സ്റ്റില്ലൊന്ന് ഭയങ്കര നീണ്ട് കിടക്കുകയാണ്. അപ്പോൾ എൻ്റെ അറ്റം ഞാൻ കുറച്ച് ഒരു ഊഹത്തിലൊക്കെ അങ്ങനെ വെട്ടാണ്. നൗ നമുക്കൊന്ന് നമ്മുടെ ഈ ഷേപ്പും ലേയേഴ്സൊക്കെ ഒന്ന് ഐബോൾ ചെയ്യാം. ഹൗ ഇസ് ദ ഷേപ്പ് ആൻഡ് ഹൗ ആർ ദ ലേയേഴ്സ് ലുക്കിംഗ്. അപ്പോൾ ഈ ഒരു ഇതിൽ ഇറ്റ് ലുക്സ് ഫൈൻ ആൻഡ് ഐ എം ഹാപ്പി വിത്ത് ഇറ്റ്. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ സെൻറ്റർ പാർട്ടിഷൻ ചെയ്തിട്ട് നമുക്ക് ഓരോ ലേയേഴ്സിനെ രണ്ട് സൈഡും വെച്ച് കമ്പയർ ചെയ്തിട്ട് ലെങ്ത് രണ്ട് സൈഡിലും അൺഈവൻ ആണെങ്കിൽ അതൊന്ന് വെട്ടി ഈവൻ ആക്കി കൊടുക്കാം. അപ്പം എൻ്റെ ഏറ്റവും ഫസ്റ്റ് ലെയർ തന്നെ കാണുകയാണെങ്കിൽ അത് ആക്ച്വലി ഈവൻ അല്ല. അപ്പം ഞാനതൊന്ന് കട്ട് ചെയ്ത് ഒന്ന് ഈവൻ ലേയേഴ്സ് ആക്കാണ്. അപ്പോൾ അങ്ങനെ തന്നെ രണ്ട് സൈഡും കമ്പയർ ചെയ്തിട്ട് നോക്കി അതിനനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. എവിടെയെങ്കിലും ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വേണമെങ്കിൽ. ആൻഡ് കേളി ഹെയറിൻ്റെ ആക്ച്വലി ഇതൊരു ഗുണമാണ്. ബിക്കോസ് ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സും ഒന്നും ആക്ച്വലി കാണില്ല. സോ നമ്മുടെ മുടി ഉണങ്ങുമ്പോൾ അത് ആക്ച്വലി കേൾ ചെയ്യുമ്പോൾ ഇറ്റ്സ് വെരി ഫോർഗിവിങ്. സോ ഡോണ്ട് ബി സോ സ്കെയർഡ്. ചെറുവക മിസ്റ്റേക്സ് ഒക്കെ കാണില്ല. അപ്പോൾ എൻ്റെ മുടി ഇതാണ് ആക്ച്വലി വെറ്റ് ഹെയറിൽ ഞാനിപ്പോൾ കട്ട് ചെയ്തത്. ഇനി ഡ്രൈ ആയി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം ഹൗ മൈ ഹെയർ ലുക്സ്. ആൻഡ് നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും ഇൻസ്റ്റൻ്റ്ലി ദർ ഈസ് എ ഡിഫറൻസ് ആൻഡ് എ ബൗൺസ് ജസ്റ്റ് ബൈ കട്ടിങ് ഓഫ് സം എൻഡ്സ്. ഇത് ഞാൻ കുറച്ച് ഓയിലിട്ടിട്ട് ഫസ്റ്റ് ഒന്ന് SOTC ചെയ്യാൻ പോവാണ്. ആൻഡ് ഈ ഹെയർ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇൻസ്റ്റൻ്റ്ലി യു വിൽ ബി ഏബിൾ ടു നോട്ടീസ് വോള്യൂം ഒക്കെ അങ്ങോട്ട് കൂടിയ പോലെ.
it's just nice to have layers, and that's why I like to cut my hair in layers. നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ ഡ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇഫ് യു ഫീൽ യുവർ ലേയേഴ്സ് ആർ അൺഈവൻ, കുഴപ്പമില്ല, യു ക്യാൻ ഗോ അഹെഡ് ആൻഡ് adjust it slightly even in your dry hair. And I'm just loving this haircut, and I'm sure I'm going to be doing this for a long time. Ta-da! സാധാരണ ഞാൻ എൻ്റെ ഹെയർ കട്ട്സ് ജനറലി ഒരു എവറി 6 months ഒരു ഇൻ്റർവെല്ലിലാണ് ചെയ്യാറ്. ബട്ട് നിങ്ങൾക്കിപ്പോൾ അത്ര ഓഫൻ ചെയ്യണ്ട എന്നാണെങ്കിൽ യു കെൻ ഓൾസോ കീപ്പ് എ വാച്ച് ഔട്ട് ഫോർ ദീസ് 5 signs വിച്ച് ഇസ് ആക്ച്വലി ഗിവിങ് യു എ ഹിന്റ് ദാറ്റ് ഇപ്പോൾ ഹെയർ കട്ട് ചെയ്യാൻ സമയമായി. സോ ഈ 5 points നിങ്ങൾ നിങ്ങളുടെ മുടിയിൽ നോട്ടീസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു ട്രിം ചെയ്യാൻ സമയമായി ഉണ്ടാവും. അടുത്ത ഫസ്റ്റ് പോയിന്റ് ആണ് ഈ ചെറിയ ചെറിയ കെട്ടുകൾ വരിക. അപ്പോൾ നമ്മുടെ മുടിയുടെ അറ്റം ഓരോരോ സ്ട്രാൻഡ് തനിയെ ഈ ഓരോ കെട്ടായിട്ട് ചെറിയ കെട്ടുകളാണ്. നമുക്ക് മുടി കോംബ് ചെയ്തിട്ടോ കൈകൊണ്ട് അങ്ങനെ എടുത്ത് മാറ്റാൻ പറ്റാത്ത ചെറിയ ചെറിയ കെട്ടുകളാവാ, പൊട്ടിപ്പോവാ. അങ്ങനെ ചെറിയ കെട്ടുകൾ പെടുമ്പോൾ ദാറ്റ് ഇസ് എ സൈൻ ദാറ്റ് യു നീഡ് ടു ട്രിം യുവർ ഹെയർ. പിന്നെ ഒരു വെരി കോമൺ സൈൻ ആണ്, ഇപ്പൊ നമുക്ക് ഇവിടെ നിന്ന് താഴോട്ട് ഇങ്ങനെ മുടി വളരുമ്പോൾ താഴത്തെ മുടി കട്ടി ഇങ്ങനെ കുറഞ്ഞ് ഇരിക്കുന്നത്. ദാറ്റ് ഇസ് ഓൾസോ എ സൈൻ ദാറ്റ് ആ എൻഡ്സ് ട്രിം ചെയ്യേണ്ട സമയമായി. സോ ഈ ട്രിം ചെയ്യുമ്പോൾ ആക്ച്വലി ദാറ്റ് ഹെൽപ്സ് യുവർ ഹെയർ ടു ഗ്രോ മോർ ഹെൽത്തി. അപ്പോൾ നമുക്ക് ഈ മുടി വളർത്താൻ നോക്കുമ്പോഴും ഡസൻറ്റ് മീൻ ദാറ്റ് നമ്മൾ മുടി വെട്ടരുത് എന്ന്. ഇഫ് യു വോണ്ട് യുവർ ഹെയർ ടു ഗ്രോ ലോങ്ങർ, അതിനനുസരിച്ച് നമ്മൾ ഇടയ്ക്ക് ട്രിം ചെയ്ത് കൊടുത്താലാണ് ആക്ച്വലി നല്ല ഹെൽത്തി ആയിട്ട് മുടി വളരുള്ളൂ. അല്ലെങ്കിൽ മുടി വളരും, പക്ഷെ അതിന് അത്ര ഭംഗി ഉണ്ടാവില്ല, ഓർ ഇറ്റ് വോണ്ട് ബി എ ഹെൽത്തി ഗ്രോത്ത്. സോ അതിനു വേണ്ടി മേക്ക് ഷുവർ നിങ്ങളുടെ അറ്റമൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഫ്രെയിലായിട്ട് ഇരിക്കുകയാണ് തോന്നുകയാണെങ്കിൽ ആ അറ്റമൊക്കെ കുറച്ചൊന്ന് ട്രിം ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്തൊരു വെരി കോമൺ സൈൻ ആണ് സ്പ്ലിറ്റ് അല്ലെങ്കിൽ റഫ് എൻഡ്സ്. സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ നമുക്ക് ജനറലി അധികം വരുന്നത് മേ ബി ഹാർഷ് കെമിക്കൽസ് ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ ഹീറ്റ് ട്രീറ്റ്മെന്റ്സ്, അല്ലെങ്കിൽ നമ്മുടെ എൻഡ്സ് ഒക്കെ ഭയങ്കര ഡീഹൈഡ്രേറ്റഡ് ആൻഡ് മോയ്സ്ചർ ഇല്ലാണ്ടാവുമ്പോൾ, അങ്ങനെയൊക്കെ ആവുമ്പോഴാണ് ആക്ച്വലി നമ്മുടെ എൻഡ്സ് ഭയങ്കര ഡാമേജ്ഡ് ആവുക. ഡാമേജും സാധാരണ ആക്ച്വലി നമ്മുടെ എൻഡ്സ് അല്ലെങ്കിൽ നമ്മുടെ തലയോട്ടിൻ്റെ അടുത്തുള്ള മുടിക്ക് ഡാമേജ് സാധാരണ കുറവാണ്, ബിക്കോസ് ഇറ്റ് ഇസ് ഓൾറെഡി മോയ്സ്ചറൈസ്ഡ് ബൈ നമ്മുടെ സ്കാൽപ്പിലെ ഓയിൽ. അപ്പോൾ നമ്മുടെ മുടിയുടെ എൻഡ്സ് ആണ് ആക്ച്വലി ദ മോസ്റ്റ് ഡ്രൈ ആൻഡ് റഫ്. അതാണ് ഞാൻ ആക്ച്വലി എൻ്റെ പ്രീപൂ വീഡിയോസിലൊക്കെ പറയാ, കോൺസെൻട്രേറ്റ് ഓൺ യുവർ എൻഡ്സ് വെൻ യു ഓയിൽ യുവർ ഹെയർ, ബിക്കോസ് ആ എൻഡ്സ് ആണ് ജനറലി ഭയങ്കര റഫ് ആയിട്ടിരിക്കുക. അപ്പോൾ നിങ്ങളുടെ എൻഡ്സ് ഇങ്ങനെ റഫ് അല്ലെങ്കിൽ സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ ആണെങ്കിൽ ദാറ്റ് ഇസ് ഓൾസോ അനദർ സൈൻ ദാറ്റ് യു നീഡ് ടു ട്രിം യുവർ ഹെയർ. പിന്നെ ഒരു 4th പോയിന്റ് പറയുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കേൾ ഡെഫിനിഷൻ ഒക്കെ ഒരു ലെങ്ത് കഴിഞ്ഞാൽ അത് അത്ര നന്നായിട്ട് കേൾ ഡെഫിനിഷൻ ഒന്നും കിട്ടില്ല, അല്ലെങ്കിൽ നമ്മുടെ ഓവറോൾ നമ്മുടെ ഹെയർ സ്റ്റൈലിൻ്റെ ഒരു ഷേപ്പ് അതും നമ്മുടെ ഹെയർ അങ്ങനെ അധികം വളർന്നു പോകുമ്പോൾ അതിനത്ര ഭംഗി തോന്നില്ല. സോ സംടൈംസ് നിങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തവരാണെങ്കിൽ ചിലപ്പോൾ ഇപ്പം മനസ്സിലാവില്ല, പക്ഷെ ഓവർ എ പീരിയഡ് ഓഫ് ടൈം ഇപ്പോൾ നിങ്ങൾ മുടി വെട്ടാണ്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യും നിങ്ങളുടെ കേൾ പാറ്റേൺ അല്ലെങ്കിൽ ഡെഫിനിഷൻ അത്ര അങ്ങോട്ട് സാധാരണ പോലെ വരുന്നില്ല. ദാറ്റ്സ് ബിക്കോസ് യുവർ കേൾസ് ബിയോണ്ട് എ സർട്ടൻ ലെങ്ത്, ആ കേൾസ് ഭയങ്കര ഹെവി ആയിട്ട് ഇറ്റ് കനോട്ട് ഫോം ദോസ് ബ്യൂട്ടിഫുൾ ബൗൺസി കേൾസ്. അപ്പോൾ ഇത് വളരെ ഒരു നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ്. ഇഫ് നത്തിങ് എൽസ് ഇസ് വർക്കിംഗ് ഫോർ യു, ട്രൈ എ ട്രിം ആൻഡ് നിങ്ങൾക്ക് ഇൻസ്റ്റന്റ്ലി ഒരു ബൗൺസ് ആൻഡ് ഷൈൻ നിങ്ങളുടെ മുടിയിൽ നോട്ടീസ് ചെയ്യും. പിന്നെ ലാസ്റ്റ് പോയിന്റ് ആണ്, ഒരുപാട് നിങ്ങളുടെ മുടി കൊഴിയുണ്ടെങ്കിൽ, മുടി കൊഴിയെന്ന് പറഞ്ഞാൽ തലോട്ടുന്ന മുടി വിട്ട് വരല്ല, പക്ഷെ മുടി ഇങ്ങനെ പൊട്ടി പൊട്ടി പോവുകയാണെങ്കിൽ ദാറ്റ് ഇസ് ഓൾസോ സൈൻ ദാറ്റ് നിങ്ങൾക്ക് ചിലപ്പോൾ എൻഡ്സ് ഒക്കെ ട്രിം ചെയ്യാൻ സമയമായി. ബിക്കോസ് മുടി അത്ര ഹെൽത്തി അല്ല, അതാണ് മുടി അങ്ങനെ പൊട്ടി പൊട്ടി പോകുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഇറ്റ്സ് വെരി വെരി റെക്കമെൻഡഡ് ദാറ്റ് യു ഗെറ്റ് എ ട്രിം. അപ്പോഴാണ് നമ്മുടെ മുടി ഒന്നും കൂടെ ഹെൽത്തി ആയിട്ട് വളരുള്ളൂ. അപ്പോൾ ഇതാണ് കുറച്ച് നിങ്ങൾക്കുള്ള റെഡ് ഫ്ലാഗ്സ് ടു നോട്ടീസ് വെൻ ഇറ്റ് ഇസ് ടൈം ടു ട്രിം യുവർ ഹെയർ. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മുടി കട്ട് ചെയ്യാനുള്ള ധൈര്യം ഇല്ലെങ്കിൽ യു ക്യാൻ ഓഫ് കോഴ്സ് ഗോ ടു എ പാർലർ. പക്ഷേ എല്ലാവർക്കും ഇപ്പോൾ ഇവിടെ നമുക്കൊരു കേളി ഹെയർ സ്റ്റൈലിസ്റ്റിൻ്റെ അടുത്തുള്ള ഒരു പാർലർ ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും ആക്സസിബിൾ ആവില്ല. സോ ഇൻ ദോസ് കേസസ് നമുക്കൊരു റെഗുലർ പാർലറിലോട്ടായാലും പോവാം. അങ്ങനത്തെ ഒരു പാർലറിലോട്ടാണ് നിങ്ങൾ പോവുകയാണെങ്കിൽ മേക്ക് ഷുവർ നിങ്ങൾക്കൊരു ഐഡിയ വേണം ഫസ്റ്റ്ലി എങ്ങനത്തെ ഹെയർ കട്ടാണ് ആവശ്യമുള്ളത്. സോ ഗൂഗിൾ ചെയ്യുക, ഇമേജസ് നോക്കുക. So be as descriptive as you can with the hairdresser that എനിക്ക് ഇങ്ങനത്തെ മുടി വേണം, ഇത്ര ലെങ്ത് വേണം, ഇത്ര ലെങ്ത് കുറയാൻ പാടുള്ളൂ. സോ അതൊക്കെ പോയിന്റ്സ് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ ഹെയർ സ്റ്റൈലിസ്റ്റിനോട് പറയണം.
പിന്നെ അനദർ തിങ് യു കെൻ ഡു ഇസ് ക്യാരി യുവർ ഓൺ പ്രോഡക്ട്സ്. മോസ്റ്റ്ലി ഇങ്ങനത്തെ പാർലേഴ്സിലൊക്കെ അവർ ദിൽ ബി യൂസിങ് ട്രഡീഷണൽ ഷാംപൂസ് ആൻഡ് കണ്ടീഷണേഴ്സ്. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കുറച്ച് പ്രോഡക്ട്സ് നിങ്ങളുടെ കയ്യിൽ വെക്കാം, ലൈക്ക് ഷാംപൂ, കണ്ടീഷണർ ആൻഡ് ഫോർ സ്റ്റൈലിംഗ്. പിന്നെ അനദർ തിങ് ഈസ് ഇപ്പൊ അവർക്ക് കേളി ഹെയർ കട്ട് ചെയ്ത് തീരെ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ദേ വിൽ ബ്രിങ് ഔട്ട് ദ ഹെയർ ഡ്രയർ. അപ്പോൾ ഹെയർ ഡ്രയർ എടുക്കുമ്പോൾ അൺലെസ് ദേ ഹാവ് എ ഡിഫ്യൂസർ ഓൺ ഇറ്റ്, മേക്ക് ഷുവർ യു റിഫ്യൂസ് ഇറ്റ്. ആൻഡ് ലാസ്റ്റ്ലി ഒരു പോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനത്തെ പാർലേഴ്സിൽ പോകുമ്പോൾ മോസ്റ്റ്ലി അവർ ഹെയർ സ്ട്രെയിറ്റൻ ചെയ്യാൻ അല്ലെങ്കിൽ സ്മൂതൻ ചെയ്യാൻ പറയും. ഇതിന്റെ ഒരു മെയിൻ റീസൺ എന്താന്ന് വെച്ചാൽ ബിക്കോസ് ദേ ഡോണ്ട് നോ വാട്ട് ടു ഡു വിത്ത് യുവർ ഹെയർ, നോട്ട് ബിക്കോസ് എനിത്തിങ് ഇസ് റോങ് വിത്ത് യുവർ ഹെയർ. സോ അങ്ങനത്തെ ഓരോ പോയിന്റ്സ് അവർ പറയുമ്പോൾ മേക്ക് ഷുവർ യു വെരി ക്ലിയർ ടു ദം ദാറ്റ് ഇല്ല, ഐ ഡോണ്ട് വാണ്ട് ടു സ്ട്രെയിറ്റൻ മൈ ഹെയർ ഓർ എനി കൈൻഡ് ഓഫ് കെമിക്കൽ ട്രീറ്റ്മെന്റ്. അപ്പോൾ ഇത്ര കുറച്ച് പോയിന്റ്സ് ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഞാൻ ബാംഗ്ലൂർ ആയ സ്ഥിതിക്ക് ഐ നോ എ ഫ്യൂ കേളി ഹെയർ സ്റ്റൈലിസ്റ്റ് ആൻഡ് പാർലേഴ്സ് ബാംഗ്ലൂരിലുള്ളവർ. ഞാൻ താഴെ ഇത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട് ഇഫ് യു ആർ ഇൻ ബാംഗ്ലൂർ. പിന്നെ നിങ്ങളുടെ റെസ്പെക്റ്റീവ് റീജൻസ് ആൻഡ് ഇഫ് യു നോ കേളി ഹെയർ സ്റ്റൈലിസ്റ്റ് ഓർ പാർലേഴ്സ് ഇൻ യുവർ റെസ്പെക്റ്റീവ് റീജൻസ്, ഈ വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ പറഞ്ഞറിയിക്കുക. ദാറ്റ് വിൽ ഹെൽപ്പ് എ ലോട്ട് ഓഫ് പീപ്പിൾ. ഇപ്പോൾ അറിയാത്ത കുറേ പേരുണ്ടാവും അവരുടെ റെസ്പെക്റ്റീവ് സ്ഥലങ്ങളിൽ ഉള്ള പാർലേഴ്സ് ഏതാണ്, സ്റ്റൈലിസ്റ്റ് ഏതാണ്. സോ അങ്ങനെ എനിക്ക് അറിയിക്കുകയാണെങ്കിൽ അതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യും. That's it you guys. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ഹെയർ കട്ട് ചെയ്യുകയാണെങ്കിൽ ലെറ്റ് മീ നോ ഹൗ ദ എക്സ്പീരിയൻസ് ഹാസ് ബീൻ. ഓൾസോ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഇൻ ജനറൽ ഈ പാർലേഴ്സിൽ പോയിട്ട് വാട്ട് ഈസ് ദ മോസ്റ്റ് റിഡിക്കുലസ് തിങ്സ് ദാറ്റ് യു ഹാവ് ഹേർഡ്. ലെറ്റ് മീ നോ ഇൻ ദ കമന്റ് സെക്ഷൻ ബിലോ. സോ ഐ ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ ആൻഡ് യു ഫൗണ്ട് ഇറ്റ് ഹെൽപ്ഫുൾ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, give it a thumbs up. Make sure you subscribe to my channel. I'll see you again next week with a new video. Till then, take care. It's me, Divi, signing out. It can be any hairstyle which makes you feel